വിദ്യാരംഭത്തോടനുബന്ധിച്ച് തിരൂർ തുഞ്ചൻ പറമ്പിൽ അതിവിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ വളരെ വിപുലമായി വിദ്യാരംഭ ചടങ്ങുകൾ നടക്കുന്ന ഒരിടമാണ് തിരൂരിലെ ഭാഷാപിതാവിൻ്റെ മണ്ണ്. കഴിഞ്ഞ വർഷം വരെ മലയാളത്തിൻ്റെ സാഹിത്യ കാരണവരായ MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലാണ് ചടങ്ങുകൾ ഇവിടെ നടന്നിരുന്നത്. അദ്ദേഹത്തിൻ്റെ അഭാവത്തിലുള്ള ആദ്യ വിദ്യാരംഭ ചടങ്ങുകളാണ് ഈ വർഷം നടക്കുന്നത്. സ്മൃതി മണ്ഡപത്തിലും സരസ്വതി മണ്ഡപത്തിലുമായി രണ്ടിടങ്ങളിലാണ് എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്മൃതി മണ്ഡപത്തിൽ പാരമ്പര്യ എഴുത്താശാന്മാരും സരസ്വതി മണ്ഡപത്തിൽ മലയാളത്തിലെ പ്രശസ്ത എഴുത്തുകാരുമാണ് കുട്ടികളെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അയൽ ജില്ലകളിൽ നിന്നു വരെ ഇവിടെ ആളുകൾ കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനായി എത്തിച്ചിട്ടുണ്ട്. തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2 കിലോമീറ്ററിൽ താഴെ ദൂരം മാത്രമാണ് ഭാഷാപിതാവിൻ്റെ മണ്ണായ തുഞ്ചൻ പറമ്പിലേക്ക് ഉള്ളത്. തിരൂർ ബസ് സ്റ്റാൻഡിൽ നിന്നോ റെയിൽവേ സ്റ്റേഷനിൽ നിന്നോ താഴെപ്പാലം വഴി കുറ്റിപ്പുറം റോഡിൽ 1 കിലോമീറ്റർ വന്നാൽ പൂങ്ങോട്ടുകുളം ജംഗ്ഷനിൽ എത്തും. അവിടെ നിന്നും പടിഞ്ഞാറോട്ടുള്ള തുഞ്ചൻ റോഡിൽ 400 മീറ്റർ മുന്നോട്ട് പോയാൽ തുഞ്ചൻ സ്മാരകം നിലനിൽക്കുന്ന തുഞ്ചൻ പറമ്പിൽ എത്തിച്ചേരാൻ കഴിയും. തുഞ്ചൻ സ്മാരകവും മലയാള ഭാഷാ മ്യൂസിയവും കൽമണ്ഡപവും സ്മൃതി മണ്ഡപവും എഴുത്താണിയുടെയും തത്തയുടെയും പ്രതിരൂപങ്ങളും ക്ഷേത്രവും കുളവും എല്ലാം ഉൾക്കൊള്ളുന്നതാണ് തുഞ്ചൻ പറമ്പ്. എല്ലാ വർഷവും വിദ്യാരംഭ ദിനത്തിൽ അതിവിപുലമായി തന്നെ വിദ്യാരംഭ മഹോത്സവം നടക്കാറുണ്ട്. മുൻകൂട്ടി ബുക്ക് ചെയ്തും നേരിട്ടുള്ള രജിസ്ട്രേഷനിലൂടെയും ടോക്കൺ എടുത്തും വിദ്യാരംഭത്തിനായി എത്താവുന്നതാണ്. പുലർച്ചെ വളരെ നേരത്തെ തന്നെ ഇവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇലയിലോ പാത്രങ്ങളിലോ നിരത്തിയിട്ട ധാന്യത്തിൽ പഞ്ചാക്ഷരമോ അഷ്ടാക്ഷര മന്ത്രമോ കുട്ടികളുടെ കൈപിടിച്ച് എഴുതിപ്പിക്കുന്നതാണ് വിദ്യാരംഭ ചടങ്ങ്. വിജയദശമി ദിനത്തിലാണ് വിദ്യാരംഭം നടക്കുന്നത്. കേരളം, തമിഴ്നാട് തുടങ്ങിയ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും ഇത്തരം ചടങ്ങുകൾ നടക്കുന്നത്. വിദ്യാരംഭം ചടങ്ങിനോട് അനുബന്ധിച്ച് തിരൂർ നഗരത്തിലും തുഞ്ചൻ പറമ്പിലും കനത്ത സുരക്ഷയും ഗതാഗത നിയന്ത്രണവുമാണ് നടപ്പാക്കിയിരിക്കുന്നത്. പൂങ്ങോട്ടുകുളത്ത് നിന്ന് തുഞ്ചൻ റോഡിലേക്ക് വാഹനങ്ങളെ കടത്തിവിടുന്നില്ല. പൂങ്ങോട്ടുകുളം മുതൽ തുഞ്ചൻ പറമ്പ് വരെ വളരെ നല്ല തിരക്കാണ് അനുഭവപ്പെടുന്നത്. കുട്ടികളെ എഴുത്തിനിരുത്തുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും ഇവിടം സന്ദർശിക്കുന്നതിനുമായി വിവിധ ഭാഗങ്ങളിൽ നിന്നും അന്യ ജില്ലകളിൽ നിന്നും വരെ ധാരാളം ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. കനത്ത മുന്നൊരുക്കത്തോടെയാണ് പരിപാടികൾ നടക്കുന്നത്. പരിപാടിയുടെ ഭാഗമായി താൽക്കാലിക ബുക്ക് സ്റ്റാളുകളും മറ്റ് സേവന സൗകര്യങ്ങളും ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. റോഡിൽ പലതരത്തിലുള്ള കച്ചവടക്കാരും വിൽപ്പനക്കാരും വിദ്യാരംഭ ഉത്സവത്തെ കളറാക്കി മാറ്റുന്നുണ്ട്. തുഞ്ചൻ പറമ്പിലുള്ള തുഞ്ചൻ സ്മാരക ക്ഷേത്രത്തിലും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. വർഷത്തിൽ ചില പ്രത്യേക ദിവസങ്ങളിൽ മാത്രമാണ് ഇവിടെ നട തുറക്കുന്നതും മറ്റു കർമ്മങ്ങൾ നടക്കുന്നതും. കഴിഞ്ഞ വർഷം ഏകദേശം 3000-ഓളം കുഞ്ഞുങ്ങളാണ് ഇവിടെ ആദ്യാക്ഷരം കുറിച്ചത്. ഇത്തവണയും 3000-ലധികം കുഞ്ഞുങ്ങൾ ആദ്യാക്ഷരം കുറിക്കുന്നതിനായി ഇവിടെ എത്തുമെന്നാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. തുഞ്ചൻ വിദ്യാരംഭ മഹോത്സവത്തോടനുബന്ധിച്ച് പകർത്തിയ ചില ദൃശ്യങ്ങൾ കാണാം.